കട്ടക്കലിപ്പിൽ ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങൾ ഇനി മേലാൽ പറഞ്ഞാൽ കിടക്കെടുത്തോണ്ട് പുറത്താക്കും. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇവരെല്ലാവരും പുറത്തെ കാര്യങ്ങളെല്ലാം അകത്തു എന്ന് പറഞ്ഞു. അതുവരെ ഒന്നും ഉണ്ടായിരുന്ന ബിഗ് ബോസ് ജിസേൽ വന്ന സമയത്ത് എല്ലാവരോടും കൂടി പറഞ്ഞു, എല്ലാം പറഞ്ഞ് അവരെ പറയാനുള്ളതെല്ലാം അവരവിടെ പറഞ്ഞു. അനുമോളുടെ കാര്യമാണ് കൂടുതലും ടാർഗറ്റ് ആയിട്ട് എല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതുവരെ ബിഗ് ബോസ് ഒരു അക്ഷരം വേണ്ടിയില്ല. അതിനുശേഷം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല. ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിടക്കയായിട്ട് പുറത്താക്കും എന്ന് പറഞ്ഞു. ഇത് നേരത്തെ ബിഗ് ബോസ് പറയണമായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് വിഷമെല്ലാം മറ്റുള്ള മത്സരാർത്ഥികൾ ഇറങ്ങിപ്പോയൊരു കുത്തിക്കഴിഞ്ഞപ്പോൾ അതുവരെ ബിഗ് ബോസ് എന്തുകൊണ്ട് വിട്ടിയില്ല? അന്നേ പറയണമായിരുന്നു, അന്നേ പിടിച്ച് പുറത്താക്കണമായിരുന്നു. ബിഗ് ബോസിന്റെ നിയമം അനുസരിച്ച് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല. എന്നിട്ടും കൂടുതൽ പറഞ്ഞ അപ്പാനിയാണ്. പല കാര്യങ്ങളും അവിടെ പുറത്തെ കാര്യങ്ങൾ വെളിയുമെന്ന് പറഞ്ഞു. ഇതേ എന്തുകൊണ്ട് പറഞ്ഞ് പുറത്താക്കണമായിരുന്നു? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറയേണ്ടതെല്ലാം അവരവിടെ പറഞ്ഞു. മറ്റുള്ള മത്സരാർത്ഥി അക്ബറിന്റെയും ആതിരയുടെയും നൂറുടെയും ഒക്കെ മനസ്സിലേക്ക് ഇതങ്ങോട്ട് എരിവ് കയറ്റി കൊടുത്തു. എന്നിട്ടും ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഇനി ഒരറിയിപ്പില്ല ഉണ്ടാകാതെ നിങ്ങളെ അവിടുന്ന് പുറത്താക്കും. ഇത് നേരത്തെ പറയണമായിരുന്നു. എന്തുകൊണ്ട് പുള്ളി പറഞ്ഞില്ല? അതവിടെ കണ്ടന്റ് ആകണ്ടേ? ഇനി അനുമോൾക്കെതിരെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അവിടെ കണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ കുറെ നാളായിട്ട് കണ്ടന്റ് ഇല്ലായിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. പഴയ മത്സരാർത്ഥികളെല്ലാം കയറി ഇപ്പൊ മത്സരമാണ് എങ്ങനെയെങ്കിലും അനുമോളെ തകർക്കുക. അപ്പോൾ ബിഗ് ബോസ് കണ്ടൊക്കെ രസിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് ഇപ്പം അനൗൺസ്മെന്റ് ചെയ്യുവാണ് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു. അത് നേരത്തെ ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ 1-2 പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു. ആ സമയത്ത് പിടിച്ച് പുറത്താക്കണമായിരുന്നു. അപ്പാനിയാണ് മെയിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. പല കാര്യങ്ങളും ആർജ ബിൻസി എല്ലാവരും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞത്. ശൈത്യ എല്ലാതെ പുറത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാത്തിനും പുറത്താക്കേണ്ടതാണ്. പിന്നെ വലിയ കാര്യം ഒന്നും പറയാതിരുന്നത് ഒണിയനും അഭിലാഷുമാണ്. എനിക്ക് തോന്നുന്നു അവർ കുറച്ച് ബെറ്റർ ആയിട്ട് നിന്ന്. പിന്നെ നമ്മുടെ ലക്ഷ്മി, അവരൊക്കെ എന്ത് നല്ലതായിട്ട് സംസാരിക്കുന്നത്. ലക്ഷ്മിയൊക്കെ. പിന്നെ കൊച്ചു വീട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക് യു.